സൗദിയിലെ പകുതിയിലേറെ കോടീശ്വരന്മാരും അനന്തരാവകാശികളെ നിശ്ചയിച്ചിട്ടില്ലെന്ന് ദേശീയ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. കോടികളുടെ കുടുംബസ്വത്തുക്കളുള്ളവർ അനന്തരാവകാശികളെ നിശ്ചയിക്കാത്തത് സമ്പദ്ഘടനയ്ക്ക് പ്രതിസന്ധിയുണ്ടാക്കും. ഫാമിലി ബിസിനസ് ദേശീയ കേന്ദ്രത്തിന്റേതാണ് റിപ്പോർട്ട്. സൗദിയിലെ ഭൂരിഭാഗം ധനാഢ്യരും പാരമ്പര്യമായി സ്വത്ത് ലഭിച്ചവരാണ്. വിവിധ വ്യവസായ, വാണിജ്യ, കാർഷിക മേഖലകളിലാണ് ഇവരുടെ സ്വത്തുക്കളുള്ളത്. എന്നാൽ സൗദിയിലെ 59% ധനാഢ്യരും മരണാനന്തരം സ്വത്ത് എന്ത് ചെയ്യണമെന്നതിൽ തീരുമാനമെടുക്കാത്തവരാണ്. ഇത് സമ്പദ്ഘടനയെ ഗുരുതരമായി ബാധിക്കുമെന്നാണ് ഫാമിലി ബിസിനസ് ദേശീയ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. ഇതിന് കാരണമുണ്ട്. സൗദിയിലെ വ്യവസായ, വാണിജ്യ മേഖലയിലെ ഭൂരിഭാഗം സ്ഥാപനങ്ങളും കുടുംബ സ്വത്താണ്. അതായത് ഒരു വ്യക്തിയുടെ പേരിലാണ് ഭൂരിഭാഗം സ്ഥാപനങ്ങളും. വാണിജ്യ സ്ഥാപനങ്ങളിലെ 95% ഇത്തരത്തിലുള്ളതാണ്. സൗദി വാണിജ്യ മേഖലയിലെ സ്വകാര്യ മേഖലയിലെ 57% ജീവനക്കാരും ഈ രംഗത്താണ് ജോലി ചെയ്യുന്നതും. ഇതിനാൽ തന്നെ അനന്തരാവകാശിയെ നിശ്ചയിക്കാതിരുന്നാൽ ഇത് പ്രതിസന്ധിയാകുമെന്ന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. റിയാദ്, മക്ക, കിഴക്കൻ പ്രവിശ്യകളിലാണ് ഈ തരത്തിലുള്ള ബിസിനസ്സുകാർ കൂടുതലുള്ളത്. പല ബിസിനസ്സുകളും പിൽക്കാലത്ത് തകരാതിരിക്കാൻ കൃത്യമായ അനന്തരാവകാശ പദ്ധതി വ്യക്തികൾക്ക് വേണമെന്നും സൗദി കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. അഫ്താബുർ റഹ്മാൻ, മീഡിയ 1, റിയാദ്.